ക്രയോജനിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ശാഖയുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് വളരെ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യാം, പ്രോസസ്സ് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ ഒരു എഞ്ചിനീയറിംഗ് ആണ്. ലോ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിനെയാണ് നമ്മൾ ഈ ക്രയോജനിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ലോ എന്ന് പറയുമ്പോഴത്തേന് ഒരു -150 വരെയൊക്കെ ഇങ്ങോട്ട് പോയിക്കോട്ടെ, അത്രയും ലോ ടെമ്പറേച്ചറിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഇത് എന്തിന് ഉപയോഗപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മെഡിക്കൽ ഫീൽഡായിരിക്കും. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഗൻസ് നമ്മളൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഭയങ്കര മൈനസ് ടെമ്പറേച്ചറിലായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രയോജനിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് ടെമ്പറേച്ചറാണ്, എത്ര വരെ പോകാം എന്നുള്ളതിനൊക്കെ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ആ കണക്കുകളൊക്കെ പഠിക്കുന്നത് ഈ പറയുന്ന ക്രയോജനിക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുടെ മാനുഫാക്ചറിങ് സമയത്ത് ഇനി ഇതിൽ എയറോസ്പേസുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ക്രയോജനിക് ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ പഠനമാണ് ഈ ക്രയോജനിക്സ് പഠിക്കുന്ന ആൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BTech ലെവലിലും ഇത് പഠിക്കാം, MTech ലെവലിലും ഇത് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.